ഇന്ന് ഹോളി. നിറങ്ങളിൽ നീരാടാൻ ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു. നിറങ്ങളും മധുര പലഹാരവും ഒക്കെയായി ഹോളി ആഘോഷിക്കാൻ വിപണിയും സജ്ജമാണ്. രാവിലെ മുതൽ ആഘോഷം ആരംഭിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം പരസ്പരം നിറങ്ങൾ വിതറും. ഹോളി ആഘോഷത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് നഗരങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. തലേ ദിവസം ഹോളികാ ദഹൻ, പിറ്റേ ദിവസം നിറങ്ങളുടെ ഉത്സവമായ ഹോളി. ഈ രീതിയിലാണ് ആഘോഷം. 2 ദിവസങ്ങളിലായി നിറഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്സവം തന്നെയാണ് തീർക്കുക. ആഘോഷം കുടുംബത്തിലും ബന്ധുക്കളിലും സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. ഹോളിയോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് ഉത്തരേന്ത്യയിലെ നഗരങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. ദുരന്ത നിവാരണ സേനയുടെയും ബോംബ് സ്ക്വാഡിന്റെയും പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ മദ്യപിച്ച് ബഹളം വയ്ക്കുന്നവർക്കെതിരെയും സ്ത്രീകളോടും കുട്ടികളോടും മോശമായി പെരുമാറുന്നവർക്കെതിരെയും കർശന നടപടിയുണ്ടാകും. അതേസമയം ജുമാ നമസ്കാരവും ഹോളിയും ഒരുമിച്ച് വരുന്നതിനാൽ ഉത്തർപ്രദേശിലെ മുസ്ലിം പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് പോലീസുകാരെ സർക്കാർ വിന്യസിച്ചു. മുസ്ലിം പള്ളി പരിസരങ്ങളിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇരുമത വിഭാഗങ്ങളുടെയും ആചാരങ്ങളും സുഗമമായും സമാധാനപരമായും നടത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനാണ് നടപടിയെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഉത്തർപ്രദേശിൽ 10 മുസ്ലിം പള്ളികൾ ടാർപോളിൻ ഉപയോഗിച്ച് മറച്ചു. സമ്പലിന് പിന്നാലെ അലിഗഡിലും പള്ളികൾ ടാർപോളിൻ ഉപയോഗിച്ച് മറച്ചിട്ടുണ്ട്. നാളെ മുസ്ലിം പള്ളികളുടെ പ്രാർത്ഥനാ സമയം ഛത്തീസ്ഗഡ് വഖഫ് ബോർഡ് പുനർക്രമീകരിച്ചു. പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആഘോഷങ്ങൾ അതിരുവിടരുതെന്നും സമാധാനപരമായി നടത്തണമെന്നുമാണ് പോലീസ് നിർദ്ദേശം. ഹോളി ആഘോഷങ്ങളുടെ ഭാഗമായി നാളെ ഡൽഹിയിലെ മെട്രോ സർവീസിലും സമയക്രമത്തിൽ മാറ്റം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.